നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 3ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15, എട്ടാം പദം 35. ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് ദ എയ്ത്ത് ടേം 35. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന സാധനം എടുത്തെഴുതണം. അപ്പം മൂന്നാം പദം തേർഡ് ടേം അല്ലേ, അപ്പോൾ അതിനെ നമുക്ക് ഷോർട്ടാക്കി T3 15 എന്ന് എഴുതാം. ഇനി T8 എത്ര? 35 എന്ന് എഴുതാം. ഇത്ര എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഈ ശ്രേണിയിലെ 13-ാം പദം ഏതാണ് എന്നാണ് നമുക്ക് ചോദ്യം. അപ്പം 13-ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ശ്രേണിയുടെ ആരെ അറിഞ്ഞിരിക്കണം? പൊതുവ്യത്യാസം അറിഞ്ഞിരിക്കണം. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഞാൻ 2 മാർഗ്ഗം പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ സ്കൂളിൽ സാറന്മാർ ഏത് രീതിയാണ് ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ അവർ ഈ പറയുന്ന നമ്മളത് ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ കണക്ക് ചെയ്യാൻ പറയും. അപ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ ഈ പറയുന്ന ബുക്കിൻ്റെയൊക്കെ സൈഡിലോട്ട് എഴുതിയിടുക. എന്നിട്ട് നമ്മൾ ആ പറയുന്ന ഡിജിറ്റുകൾ മാത്രം കുറച്ച് ആൻസർ എഴുതി അങ്ങ് വെച്ചാൽ മതി. അപ്പം ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? D = ഓക്കെ, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ടേം, അതായത് പദങ്ങളുടെ വ്യത്യാസം 35 - 15. ഇനി അടുത്തത് എന്താണ്? പൊസിഷൻ ഡിഫറൻസ് 8 - 3. ഈ 35 - 15 പറഞ്ഞു കഴിഞ്ഞാൽ 15 എത്ര? 20 എന്ന് കിട്ടും. 8 - 3 5. അപ്പം കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു മാർഗ്ഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പറയുന്ന 35 നിന്ന് ഈ 15 കുറയ്ക്കുക, ഈ പറയുന്ന 8 ഈ പറയുന്ന 3 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 20/5 4 എന്ന് കിട്ടി. അല്ല എങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡുണ്ട്. എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഈ പറയുന്ന T3 = എത്ര? 15. T8 = 35. T3 എന്ന് പറയുന്ന പദം, T8 എന്ന് പറയുന്ന പദം, ഇതിൽ വലിയ പൊസിഷൻ T8 അല്ലേ? അപ്പോൾ വലിയ പൊസിഷനായ T8 കിട്ടാൻ മൂന്നാം പദത്തിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കൂട്ടണം. എത്ര വട്ടം പൊതുവ്യത്യാസം കൂട്ടണം? 3 നിന്ന് 8 എത്താൻ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 8 - 3 എത്ര? 5. അപ്പോൾ 5 വട്ടം പൊതുവ്യത്യാസം കൂട്ടണം. ഇവിടെ T8 35 ആണ്, T13 15 ആണ്, പ്ലസ് 5D അല്ലേ? ഈ 35 ഈ 15 ഇപ്പുറത്തുനിന്ന് -15 = 5D. 35 - 15 എത്രയാണ്? 20 ആണ്. 20 = 5D. D എത്ര? 20/5 4. ഓക്കെ, നമ്മൾ കണക്കെഴുതുന്ന സമയത്ത് ഈ പറയുന്ന ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ആൻസർ ഷീറ്റിൽ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇവിടെ മുതൽ എഴുതിയാൽ മതി. ഇവിടെ മുതൽ താഴോട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടെ ഒഴിവാക്കാം. ഈ സ്റ്റെപ്പ് മുതൽ നമ്മുടെ ആൻസറിൽ എഴുതിയാൽ മതി. എന്ത്? പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത്. ഈ ഞാൻ എഴുതിയേക്കുന്നത് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ എന്താണ്? ആൻസറിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് പൊതുവ്യത്യാസം കിട്ടി എത്ര? 4 എന്ന് കിട്ടി. അപ്പം നമുക്ക് 13-ാം പദമല്ലേ കണ്ടുപിടിക്കേണ്ടത്? 13-ാം പദം കണ്ടുപിടിക്കണം. ഈ 13-ാം പദത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പദം നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? അതെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ് കേട്ടോ. ആ 8-ാം പദമാണ് T8. അപ്പം T8-നോടൊപ്പം ആരെ കൂട്ടണം? T8 കഴിഞ്ഞാൽ T13 എത്താൻ എത്ര വട്ടം കൂട്ടണം? അത് 8 കഴിഞ്ഞ് 13 എത്താൻ എത്ര? 13 - 8 ചെയ്താൽ മതി. അപ്പം 13 നിന്ന് 8 പോയാൽ എത്ര? നമ്മളെന്ത് കുറച്ച് നോക്കിയാൽ മതി. അപ്പം 13 8 പോയാൽ 5 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 8-ാം പദത്തിനോടൊപ്പം 5 വട്ടം പൊതുവ്യത്യാസം കൂട്ടണം. അപ്പം T8 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം. ഓൾറെഡി 35 ആണ്. പ്ലസ് 5D. 5 × D എത്ര? 4. അപ്പം 35 പ്ലസ് 5 × 4 എത്ര? 20. ആൻസർ എത്ര? 55. അപ്പം 13-ാം പദം എത്രയെന്ന് കിട്ടി? 30th ടൈം എത്ര കിട്ടി? 55 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഓക്കെയാണ്. ഇനി 23-ാം പദം, നമുക്ക് കിട്ടുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ 13-ാം പദമാണ്. അപ്പോൾ നമുക്കിപ്പം ഏതൊക്കെ കിട്ടി? T3 അറിയാം, ഇതിൽ 15 എന്നറിയാം. T8 അറിയാം, എത്ര? 35 എന്നറിയാം. ഇപ്പോൾ ഇതിൽ T13 അറിയാം, എത്ര? 55 എന്നറിയാം. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട എത്രയാണടാ? 23-ാം പദമല്ലേ? നമ്മൾ 23-ാം പദം എന്ന് ഷോർട്ടാക്കിയാണ് എത്ര? T23. 13-ാം പദത്തിൽ ഷോർട്ടാക്കിയാണ് T13 എന്നൊക്കെ എഴുതുന്നത്. അപ്പം T23. അപ്പം 23-നോട് അടുത്ത പദം ഏതാണടാ? 13. 13-ൻ്റെ കൂടെ 10 വട്ടം പൊതുവ്യത്യാസം കൂട്ടിയാലല്ലേ 23-ാമത്തെ പദം കിട്ടുന്നത്. ഓക്കെ, അപ്പം 13-ാം പദം എത്രയാണ്? 13-ാം പദം 55 ആണ്. പ്ലസ് 10 × D എത്ര? 4 ആണ്. 55 പ്ലസ് 40. ആൻസർ എത്ര? 95 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത്? ഈ 2 ആൻസർ ചെയ്യുന്നത്. ഓക്കെയാണേ.
അതേ മോഡലിലെ ക്വസ്റ്റ്യനാണ്. ഒരു സമാന ശ്രേണിയിൽ 5-ാം പദം 21. T5 = 21. T9 = എത്ര? 41. ഞാൻ ഡി എന്താണ് പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ 41 - 21 ഡിവൈഡ് ബൈ 9 - 5. 41 - 21 എത്ര? 21 10, 31 10 41 20 അല്ലേ? 9 - 5 എത്ര? 4. 20/4 ആൻസർ 5 എന്ന് കിട്ടി. അപ്പോൾ പൊതു വ്യത്യാസം എത്ര? 5. ഈ ശ്രേണിയിലെ ആദ്യത്തെ പദം എത്ര? ആദ്യത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് 3-4 ഇക്വേഷൻ ചെയ്യാൻ കേട്ടോ. അതിലേറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമുക്കറിയാവുന്ന 5-ാം പദം അറിയാം, 9-ാം പദം അറിയാം അല്ലേ? ഒന്നിനോട് അടുത്ത് നിൽക്കുന്നത് 5 അല്ലേ? അപ്പോൾ എനിക്ക് 1-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടൈം. അപ്പോൾ 1-ാം പദം കണ്ടുപിടിക്കാനുള്ളവനെയാണ് എടുത്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത്. അപ്പം T1 = T5 നിന്ന് എത്ര കുറച്ചാലാണ് 1 കിട്ടുന്നത്? 4 കുറച്ചാലാണ് 1 കിട്ടുന്നത് അല്ലേ? അപ്പം T5 നിന്ന് ഞാൻ 4 വട്ടം പൊതു വ്യത്യാസം കുറച്ചാൽ മതി. കാരണം അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് നമ്മൾ 4 വട്ടം കുറയ്ക്കുന്നതും 4 വട്ടം കൂട്ടുന്നതും ഒക്കെ ആരെയാണ്? പൊതു വ്യത്യാസത്തെയാണ്. അപ്പം T5 എത്രയെന്ന് കിട്ടിയടാ? 21 കിട്ടി. -4 ഗുണം ഡി എത്ര? ഡി 5 എന്ന് കിട്ടി. അപ്പോൾ 21 - 5 ഗുണം 4 20. ആൻസർ എത്ര? 1. അപ്പോൾ 1-ാം പദം എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ ആദ്യ പദം 1. ഇനി തേർഡ് ടേം എന്ന് പറഞ്ഞാൽ T1-ൻ്റെ കൂടെ എത്ര വട്ടം? T1-ൻ്റെ കൂടെ 2 വട്ടം പൊതു വ്യത്യാസം കൂട്ടിയാൽ പോരെ? T1 കഴിഞ്ഞ് T3 എത്താൻ വേണ്ടി എന്താണ്? 2 വട്ടം പൊതു വ്യത്യാസം കൂട്ടണം അല്ലേ? അപ്പം T1 1 കിട്ടി. 1 + 2 ഗുണം ഡി എത്ര? 5. ആൻസർ 1 + 5 ഗുണം 2 10. ആൻസർ എത്ര? 11 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ 11 ഓക്കെ. സെയിം മോഡൽ അടുത്ത ക്വസ്റ്റ്യനാണ് ഇത്. 4-ാം പദം 61. അപ്പോൾ നമ്മൾ ഇപ്പോഴും എന്താണ് ഷോർട്ടാക്കി 4-ാം പദം 61, 7-ാം പദം എത്ര? 31. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എഴുതണം. അപ്പോൾ D = 31 - 61 ഭാഗം 7 - 4. ഒരിക്കലും വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ച് വയ്ക്കരുത്. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇത് കുറയ്ക്കുകയെങ്കിൽ ഇവിടെ നിന്നും ഇവിടെ തന്നെ കുറയ്ക്കണം കേട്ടോ. അപ്പോൾ 31 - 61 ഭാഗം 7 - 4. അപ്പോൾ എത്ര വരും? -30 ഭാഗം 3 = -10. അപ്പോൾ ഇവിടുത്തെ ഡി എത്ര കിട്ടി? -10 കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞേക്കുന്നത്? 10-ാം പദം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 10-ാം പദം 10th ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 10th ടേമിനോട് ഏറ്റവും അടുത്തത് 7th ടേം അല്ലേ? അപ്പം T7 7th ടേമിനോടൊപ്പം 3 വട്ടം പൊതു വ്യത്യാസം കൂട്ടിയാലല്ലേ 10 കിട്ടുന്നത്, 10-ാമത്തെ ടേം കിട്ടുന്നത്. അപ്പം 3D എന്ന് എഴുതി. അപ്പം T7 എത്ര നമുക്കറിയാം? 31 എന്നറിയാം. പ്ലസ് 3 ഗുണം -10. ഇത് 31 പ്ലസ് 3 ഗുണം -10 -30. ആൻസർ എത്ര? 31 - 30 1 ഉത്തരം. അപ്പോൾ ശ്രേണിയിലെ 10-ാം പദം ഏത്? അത് 1 കേട്ടോ. 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേണിയിലെ ആദ്യ പദമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആദ്യ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1-ാം പദം നമുക്ക് 4, 7, 10 ആയിട്ടുണ്ട്. ഒന്നിനോട് ഏറ്റവും അടുത്തത് 4 അല്ലേ? 4. 4-ൽ നിന്ന് എത്ര കുറച്ചാലാണ് 1 കിട്ടുന്നത്? 4-ൽ നിന്ന് 3 കുറയ്ക്കണം. അപ്പം 3 വട്ടം പൊതു വ്യത്യാസം കുറച്ചാൽ മതി. 4-ാം പദം 61 - 3 ഗുണം ഡി എത്ര? -10 which is equal to 61. ഈ മൈനസും പ്ലസ് ആവത്തില്ലേ? 3 ഗുണം 10 30 ആവും. പ്ലസ് 30. ആൻസർ എത്ര? 91. ഉത്തരം 91. ഓക്കെ. സെയിം ക്വസ്റ്റ്യൻ, സെയിം മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യനാണ്. ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 10, 10-ാം പദം 5. അപ്പോൾ 5-ാം പദം T5, 5-ാം പദം 10, 10-ാം പദം ഏതാടാ? 5. നിങ്ങൾ ഡി കണ്ടുപിടിക്കുന്നത് സ്കൂളിൽ പഠിച്ച മെത്തേഡ് ഞാൻ ആദ്യം നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഡി കണ്ടുപിടിക്കുന്ന 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് സ്പീഡിന് ക്ലാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡി ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പം D = 5 - 10 ഡിവൈഡ് ബൈ 10 - 5. ഓക്കെ. 5 - 10 എന്ന് പറഞ്ഞാൽ എത്ര? -5. 10 - 5 5 ചെയ്യുമ്പോൾ എത്ര? -1 എന്ന് കിട്ടി. അപ്പം ഡി എത്ര? -1. നമുക്ക് എത്രാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്? 15-ാം പദമാണ്. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് 15-ാം പദം ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അതായത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് 15-ാം പദം ഒന്ന് കണ്ടുപിടിക്കണം. അപ്പം 15-ാം പദത്തിനോട് അടുത്ത് നിൽക്കുന്നവൻ 10-ാം പദമാണ് അല്ലേ? അപ്പം 10ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 15 കിട്ടുന്നത്? +5D. അപ്പം 10-ാം പദം എത്രയെന്ന് നമുക്കറിയാം? 5 എന്നറിയാം. പ്ലസ് 5 ഗുണം ഡി -1. 5 - 5 ആൻസർ എത്ര? 0 എന്ന് കിട്ടി. ഇനി 25-ാം പദം ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്. ഇപ്പം നമുക്ക് 5 കിട്ടി,
10 കിട്ടി, 15 കിട്ടി. ആ 15ൻ്റെ കൂടെ 10 കൂട്ടിയാലല്ലേ 25 കിട്ടുന്നത്, അതാണ് 10D. അപ്പം 15 പദം എത്രയെന്ന് അറിയാം. ഇവിടെ നമുക്ക് 0 എന്ന് കിട്ടി. 0 പ്ലസ് 10 ഗുണം -1 വിച്ച് ഈസ് ഈക്വൽ ടു 0 - 10. 0 - 10 ആൻസർ -10. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഉത്തരമായല്ല. അപ്പോൾ ഒന്നാമത്തിൻ്റെ ഉത്തരം 0 എന്ന് കിട്ടി, രണ്ടാമത്തിൻ്റെ ഉത്തരം എത്ര -10 എന്ന് കിട്ടി.